അങ്ങനെ നമ്മുടെ നിധി സുധീഷിനെ വണ്ടി പഠിപ്പിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് നമ്മുടെ സുധീഷിനാണെങ്കിൽ വല്ലാത്ത വിഷമം വന്നിട്ട് സുധീഷ് എന്തായാലും പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോയിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് അയാളുടെ വണ്ടിയുടെ ഓണറിൻ്റെ അടുത്തേക്കാണ്, സുധീഷിൻ്റെ ഓണറിൻ്റെ അടുത്തേക്ക്. സുധീഷിൻ്റെ ഓണറോട് പറയുന്നുണ്ട്, ഞാനൊന്ന് വണ്ടി ഓടിച്ചോട്ടെ, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തരുമെന്ന് പറയുന്ന സമയത്ത് ആ ഓണർ സമ്മതിക്കുന്നില്ല. പറയുന്നുണ്ട്, നിൻ്റെ കയ്യിൽ ഇപ്പോൾ ലൈസൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് നീ ഇപ്പോൾ വണ്ടി ഓടിക്കേണ്ട, വണ്ടി ഓടിച്ചാൽ ആകെ പ്രശ്നമാവും, ഇല്ലെങ്കിൽ തന്നെ എല്ലാ ഡ്രൈവർമാരും പറയുന്നുണ്ട് എനിക്ക് നിന്നോടാ സ്നേഹം കൂടുതലെന്ന്, അതുകൊണ്ട് ഇനി ഞാൻ അതും കൂടി വണ്ടിയും കൂടി തന്നു കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ മേലെ കേസ് കൊടുക്കും, അതുകൊണ്ട് നീ ഇപ്പോൾ വണ്ടി ഓടിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആൾക്കാരൊക്കെ അത് കേൾക്കുന്നുണ്ട്. എല്ലാ ഡ്രൈവറും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധീഷിന് നാണക്കേടായിട്ട് സുധീഷ് നേരെ സങ്കടത്തോട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും സുധീഷിന് ഓർമ്മ വരാതെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരൻ പറയുന്നുണ്ട്, കണ്ടോ നിന്നെ ഇവിടെ ആർക്കും വേണ്ട, അന്നെ ഇവിടെ ആരും ഒരു ചിന്ത പോലും ചിന്തിക്കില്ല, പണ്ടൊക്കെ നിൻ്റെ ഏട്ടൻ നീ വന്നാലേ ഭക്ഷണം കഴിക്കുള്ളൂ, ഇപ്പം അങ്ങനെ നിൻ്റെ ഏട്ടൻ ഒരു ചിന്ത തന്നെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സുധീഷ് ഒന്ന് വീടിനുള്ളിലേക്ക് എത്തി നോക്കുമ്പോൾ എല്ലാവരും ചിരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാവും. സുധീഷ് എന്തായാലും വിഷമം വന്നിട്ട് പിന്നെയും എന്തായാലും ബാറിലേക്കാണ് പോകുന്നത്. ബാറിൽ പോയിട്ട് മൂക്കറ്റം കുടിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്നിട്ട് എന്തായാലും നിധിയുടെ അടുത്ത് കയറി കടക്കാൻ പോകുന്നുണ്ട്. നിധിയോട് പറയണം, നീ എൻ്റെ ഭാര്യയാണ്, ഞാൻ നിൻ്റെ അടുത്ത് കടന്ന എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് നിധിനെ ആക്രമിച്ച് പിടിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നിധിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം വന്നിട്ട് നിധി വേഗം സുഭാഷ് ഏട്ടാ എന്നെ ഒന്ന് രക്ഷിക്കണേന്ന് പറയും. എന്തായാലും സുഭാഷ് ഏട്ടൻ വന്ന് തുറക്കുന്ന സമയത്ത് വാതിലാണെങ്കിൽ തുറക്കാൻ പറ്റുന്നില്ല. സുധീഷ് വാതിൽ ഉള്ളിൽ കുറ്റിയിട്ടിട്ടുണ്ടാവും. അവസാനം നിധി പേടിച്ചിട്ട് സുധീഷിനെ ഒറ്റ തട്ടി മാറ്റിയിട്ട് വാതിൽ തുറക്കും. അപ്പോഴേക്കും സുഭാഷും നികേഷും ഹരീഷൊക്കെ ഉള്ളിലേക്ക് വന്നിട്ട് എന്തായാലും നിധിനെ രക്ഷപ്പെടുത്തി. വന്നിട്ട് നമ്മുടെ സുധീഷിനെ ഒരുപാട് ചിത്ത പറയും, നീ എന്തിനാണ് അങ്ങനെ കുടിച്ചിട്ട് വന്നിട്ട് ആ കുട്ടി അങ്ങനെ ഉപദ്രവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും വെളിയിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ നിധിയോട് കടന്നുറങ്ങാൻ പറയും. എന്തായാലും നിധിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. പിറ്റേ ദിവസം നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ ജോലി സ്ഥലത്ത് പോയിട്ട് പറയും, സുഭാഷ് ഏട്ടൻ ഞാൻ എന്തായാലും ഹോസ്റ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു, കാരണം എനിക്കിവിടെ പേടിയാണ് നിൽക്കുക, ഇനി എന്താ സുധീഷ് ചെയ്യാമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, എനിക്ക് നിങ്ങൾ പോകണ്ടെന്ന് പറയരുത്, ഞാൻ പോയേ പറ്റൂ എന്നൊക്കെ പറയുന്നത്. എന്തായാലും സുഭാഷ് ഏട്ടനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിപ്പെടും. എന്തായാലും സുഭാഷ് ഏട്ടൻ സമ്മതിക്കേണ്ട, മനസ്സുകൊണ്ട് സമ്മതിക്കേണ്ട. എന്തായാലും വീട്ടിൽ വന്ന് നമ്മൾ നിധി എല്ലാ ബാഗൊക്കെ ഒരുക്കിയിട്ട് രാത്രി തന്നെ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ നിധി എല്ലാവരും യാത്രയ്ക്ക് നികേഷാണെങ്കിൽ വല്ലാതെ കരയുന്നുണ്ട്. നികേഷിനോട് എന്തായാലും നീ വിഷമിക്കേണ്ടടാ, നീ ഭക്ഷണമൊക്കെ കഴിക്കണം, ഞാൻ ഹോസ്റ്റലിലേക്കല്ലേ പോകണം, നീ വിഷമിക്കാതിരിക്കുന്നു പറഞ്ഞു. നിധിക്കാണെങ്കിൽ മനസ്സോടെ തിരിഞ്ഞ് നോക്കിയിട്ടാണ് പോകുന്നത്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ ഓട്ടോയിലൊക്കെ വിളിച്ചിട്ട് നിധിനെ കൊണ്ടുപോയി ഹോസ്റ്റലിലാക്കുന്നുണ്ട്. നമ്മുടെ നിധിയുടെ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരത്തിയായിരിക്കും, അവൾക്ക് ഹോസ്റ്റലൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അവൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. അവൾ കാത്തു നിന്നിട്ട് ഉള്ളിൽ വാർഡൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. വാർഡൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആകെ 7,000 റുപ്യയ്ക്ക് 3,500 നമ്മുടെ നിധി അടച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കി നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയും, മോളെ നമുക്ക് എന്നോട് പറയായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് വേഗം സുഭാഷ് ഏട്ടൻ കയ്യിൽ നിന്ന് കൊടുക്കും. അപ്പോൾ നിധി പറയും, വേണ്ട ഏട്ടാ എന്നൊക്കെ പറയും. അത് സാരമില്ല, നിനക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയെന്നൊക്കെ പറയും. എന്തായാലും അതൊക്കെ അടച്ചിട്ടുള്ള ബാഗൊക്കെ അവൾ മേലെ കൊണ്ടുപോയി വെച്ച് താഴെ ഇറങ്ങി യാത്ര പറയുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ വേഗം കുറച്ച് പൈസയും കൂടി കയ്യിലെടുത്ത് കൊടുക്കും. നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം, ഭക്ഷണം കഴിക്കാതെ ഒന്നും ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൈസയൊക്കെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നിധി പറഞ്ഞു, വേണ്ട ഏട്ടാ എൻ്റെ അടുത്ത് ഉണ്ട്, അത് സാരില്ല മോളെ, അത് നീ വെക്കിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ കൊടുക്കണം. എന്നിട്ട് സുഭാഷ് ഏട്ടൻ ഒരുപാട് കരഞ്ഞിട്ടും നിധി ഒരുപാട് കരയുന്നുണ്ട്. രണ്ടാളും പരസ്പരം കരഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സുധീഷ് പറഞ്ഞു, നിങ്ങൾ സത്യത്തിൽ നിധിനെ അവിടെ ആക്കി പോന്നു, പിന്നെന്താ നീ ചെയ്ത പ്രവർത്തിക്ക് പിന്നെ എന്താ വേണ്ടത്, നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അവളോട്, നീ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയി അവളോട്, നിന്നെ ഞാൻ അങ്ങനെയാണോ വളർത്തിയെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അപ്പോഴത്തെ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് സുഭാഷ് ഏട്ടൻ, അതുകൊണ്ട് എൻ്റെ അപ്പോഴത്തതിൽ അങ്ങനെ ചെയ്തു പോയി, ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യം, ഇനി വരണോടത്ത് വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ കരഞ്ഞും കൊണ്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.